കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം ഫലം കാണുന്നുണ്ട് ഇപ്പോൾ എന്നത് ആശ്വാസകരമായ ഒരു വാർത്തയായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു. തീ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് നമ്മുടെ മുന്നിൽ കിട്ടുന്ന പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. കറുത്ത പുക ഉയരുന്നു. പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. 5 മണിക്ക് ശേഷമുള്ള പുതിയ ദൃശ്യങ്ങൾ കോസ്റ്റ് ഗാർഡ് പങ്കുവച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് തുടരെ കേരളത്തിന്റെ തീരത്ത് ഈ കപ്പലുകൾ അപകടത്തിൽപ്പെടുന്ന കാഴ്ചയും വാർത്തയും. 4 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും നമുക്ക് കിട്ടിയിട്ടില്ല. 4 പേർക്ക് വേണ്ടിയുള്ള ഊർജിതമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. 22 പേരെ ഉണ്ടായിരുന്നതിൽ 18 പേരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ 2 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യവുമുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ കോസ്റ്റ് ഗാർഡ് ചില പുതിയ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് ആശ്വാസം തരുന്നുണ്ട്. കാരണം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫലം കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ പുതിയ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് ഉത്തരവാദിത്തപ്പെട്ടവർ നൽകുന്ന വിവരങ്ങൾ? ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നാണ് ഔദ്യോഗികമായി തന്നെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വിവരങ്ങളും പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ പ്രകാരം ഈ കപ്പലിൽ നിന്ന് പ്രകടമായി നേരത്തെ കണ്ട തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ സമയമൊക്കെ നമ്മൾ വലിയ തീ ആളിപ്പടരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ സമയത്ത് ഏതായാലും ആ തരത്തിൽ തീനാളങ്ങൾ പ്രകടമായി പുറത്തേക്ക് കാണാനില്ല. അതേസമയം കറുത്ത പുക കാര്യമായി തന്നെ അവിടെ ഉണ്ടാവുന്നുമുണ്ട്. അതുകൊണ്ട് തീ ഏതാണ്ട് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ അത് ചെറിയ തോതിലെങ്കിലും ഫലം കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഈ കപ്പലിന് അകത്ത് എവിടെയെങ്കിലും ഈ തീ കത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനകത്തേക്ക് ഏതെങ്കിലും തരത്തിൽ നിരീക്ഷണം നടത്താനൊന്നും ഇപ്പോൾ പറ്റുന്നുമില്ല. പക്ഷെ പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട തരത്തിൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ വളരെ വലിയ വ്യത്യാസം പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. തീ ഏതാണ്ട് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അത് ഫലം കാണുന്നതിന്റെ സൂചനയായി അത് കാണാം. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ ഈ ചരക്ക് കപ്പലിനെ വലയം ചെയ്ത് ഹൈ പ്രഷർ വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും നടത്തുന്നുണ്ട്. അത് ഇന്നലെ രാത്രിയും അതേ കണക്കിന് തന്നെ തുടർന്നിരുന്നു. അത് ഈ അപകടമുണ്ടായി ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ അങ്ങോട്ട് എത്തിയതിനു ശേഷം പിന്നീട് തുടർച്ചയായ മണിക്കൂറുകളിൽ ഇടവേളയില്ലാതെ കോസ്റ്റ് ഗാർഡ് അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഈ ഘട്ടത്തിൽ അത് ഫലം കാണുന്നതിന്റെ സൂചനകൾ അവിടെ നിന്ന് വരികയും ചെയ്യുന്നു. തീ പുറത്തേക്ക് ഇപ്പോൾ ഏതായാലും തീ കാണാനില്ല. അതേസമയം കറുത്ത പുക ഉയരുന്നുമുണ്ട്. ശ്രീനാഥ്, ഈ 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. ആ തിരച്ചിലിന്റെ ഫലം എന്താണ്? കോസ്റ്റ് ഗാർഡ് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? ഈ 4 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ കോസ്റ്റ് ഗാർഡിനില്ല. അതേസമയം അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ ഈ മേഖലയിൽ ആകെ തന്നെ നടത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിനൊപ്പം തന്നെ നേവിയും ആ കാര്യത്തിൽ കാര്യമായ ഒരു ശ്രദ്ധ, ഈ കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രദ്ധ ഈ ചെലുത്തുന്നുമുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പക്ഷേ ഇതുവരെ ആ തരത്തിൽ അവരെ കണ്ടെത്താനുള്ള ഏതെങ്കിലും ശുഭകരമായ വിവരം പുതുതായി കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ശ്രീനാഥ്, തുടരെ ഉണ്ടാകുന്ന രണ്ടാമത്തെ കപ്പൽ അപകടമാണ് കേരള തീരത്ത് സംഭവിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ്? അതിൽ എന്തെങ്കിലും ഒരു അന്വേഷണമോ അതിന്റെ അന്വേഷണത്തിന്റെ പുരോഗതിയോ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ ശ്രീനാഥ്? അതായത് ഇന്നിപ്പോൾ കൊച്ചിയിൽ ഉന്നതതല യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നതാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. അതേസമയം എന്തുകൊണ്ട് തീ പിടിച്ചു എന്ന കാര്യത്തിൽ ഒരുപക്ഷെ തീ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിയന്ത്രണ വിധേയമാക്കിയാൽ മാത്രമേ അതിന്റെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. കാലാവസ്ഥാപരമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രതികൂല സാഹചര്യം ഏതായാലും ഉണ്ടായിരുന്നില്ല എന്നത് ഇന്നലെ മുംബൈയിലെ കാലാവസ്ഥാ കേന്ദ്രവുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരു തീപിടുത്തത്തിന് സാഹചര്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കപ്പലിനുള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും പിഴവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതോ ആകാനുള്ള സാധ്യതയാണ്. മാത്രമല്ല കപ്പലിലെ രാസവസ്തുക്കൾ, കപ്പലിൽ ഉണ്ടായിരുന്ന വസ്തുക്കളുടെ സ്വഭാവം അത് പലതും പെട്ടെന്ന് അന്തരീക്ഷവുമായി കലർന്നാൽ പോലും തീ പിടിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളാണ്. ആ തരത്തിൽ ഏതെങ്കിലും ലീക്ക് ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ചോർച്ചയുണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സംശയമായി മുന്നിൽ നിൽക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിന് പിന്നാലെ നടക്കും. പ്രാഥമികമായി ഈ കാണാതായവരെ കണ്ടെത്തുക, തീ അണയ്ക്കുക എന്നതാണ് ആദ്യത്തെ പരിഗണന എന്നതാണ് കോസ്റ്റ് ഗാർഡ് അടക്കം കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. അത് പ്രകാരമുള്ള ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഈ കപ്പലിന് ചുറ്റും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ വലയം ചെയ്ത് നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ രാസവസ്തുക്കളിൽ ചോർച്ചയുണ്ടായതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇലക്ട്രിക് വയറിംഗിൽ മറ്റുമൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായതാണോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. ശരി ശ്രീനാഥ്, ഏതായാലും ആ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുന്ന വിവരങ്ങൾ വരട്ടെ. അരുൺജി മുട്ടട പറയുന്നു, എന്തൊക്കെ ഇന്റർനാഷണൽ മാരിടൈം നിയമങ്ങളുടെ പേര് പറഞ്ഞാലും ഇന്റർനാഷണൽ കപ്പൽ ചാലിന് ഇപ്പുറം നമ്മുടെ രാജ്യാതിർത്തിയിലൂടെ കടന്നു പോകുന്ന കപ്പലിൽ എന്താണ് കൊണ്ടുപോകുന്നത് എന്നത് നമ്മൾ അറിയണം. ഉറപ്പായിട്ടും അരുൺ, ഈ കാര്യത്തിൽ ഒരു
അവ്യക്തതയോ അല്ലെങ്കിൽ ഒരു ദുരൂഹതയും അവശേഷിപ്പിക്കേണ്ട കാര്യമില്ല. ഈ കാര്യത്തിൽ വളരെ ട്രാൻസ്പെറൻ്റായി വളരെ സുതാര്യമായി ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ നമ്മുടെ അധികാരികൾക്ക് കഴിയണം എന്നതാണ്.